നാശമായല്ലോ ഒമ്പതാപ്പിളെ ഈ തോണി കുറച്ച് അടുപ്പിക്കാൻ പറ്റും. മുഹമ്മദിന്റെ തോണിയിൽ ഇക്കാലത്തുള്ള മനുഷ്യൻ കട കിടക്കുന്നത് ആദിക്കാം. ഗുഡ് മോർണിംഗ്. ഞങ്ങളെ സ്വീകരിക്കാൻ ഇവൾ പുഴവകത്ത് റെഡി ഹാജരുടെ അമ്മായി. അതിന്റെ ഒരു യോഗം കഴിഞ്ഞു പോയവർക്കും നിനക്കും തമ്മിൽ 6 മാസത്തെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾക്ക് ഗുരുവായൂർ വെച്ച് ചോറ് കൊടുത്ത് ഞാൻ വന്ന ദിവസം മാധവത്തി നിന്നെ പെറ്റത്. ലീല ചേച്ചിയുടെ തനി ഛായയാണ് മിനിക്കുട്ടി. അമ്മ മുടിയൊക്കെ വെള്ളിയിട്ടിച്ചോ? അച്ഛനോടമ്മേ അധികാരിയുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങിയതാ, ഇപ്പോൾ എത്തും. എന്താ കോളേജിൽ നിങ്ങൾക്ക് തിന്നാനും കുടിക്കാനും ഒന്നും കിട്ടുന്നില്ലേ? ഓരോന്നിനും കണ്ടാ മതി. എന്റെ കാര്യത്തിൽ അത് ബാധകമല്ല അമ്മായി. ഞാൻ 10 രാത്രി കൂടിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. പോടാ, പോയി കാലുപോകും കഴുകി മുണ്ട് മാറ്റിട്ട് വര്. നീ ഈ വേഷത്തിലാ നിൽക്കാൻ പോണേ? അമ്മാവൻ കാണണ്ട. അമ്മ എന്ത് ചെയ്യണം അമ്മായി? മാതിയടുത്തേക്ക് നല്ല സുഖമില്ല. വൈകുന്നേരമായ നല്ല പനി. വാദത്തിന്റെ അസ്ഥിത എന്നാണ് ഗോവിന്ദമേതിരി പറയുന്നത്. അമ്മേ, അത്രയ്ക്കൊന്നും ഇല്ല കുട്ടികളെ. ഒരു ജലദോഷപ്പനി വന്നാ മതി. ഏടത്തങ്ങയ്ക്ക് പരിഭ്രമായി. വൈദ്യർ അതെന്നെ തക്കം നോക്കി നാട്ടിലില്ലാത്ത മരുന്നും പറയും. അവിടെ ഇരിക്കും വ്യത്യാസം കുട്ടി. വണ്ടിയാത്ര ചെയ്തു വന്നതല്ലേ? അല്ല, അനിയൻ എവിടെ? അവൻ വലിയ സായിപ്പിന്റെ വേഷത്തിലല്ലേ വന്നിരിക്കുന്നെ. മുണ്ടു മാറ്റിച്ച് വരാൻ പറഞ്ഞു ഓട്ടിച്ചേ. ഞാൻ കണ്ടില്ലല്ലോ അവന്റെ ഒരു കൂട്ടം കോമാളിത്തോ. ഏടത്തമ്മയുടെ അടുത്ത് ഇവരുടെ കളിയൊക്കെ നടക്കൂ. നല്ലോണം ശകാരിക്കണേ. ചായ കുടിച്ചില്ലേ നിങ്ങള്? ഈ പെണ്ണ് അടുക്കള കേട്ട് നേരെ എത്തിയായല്ലോ. എത്തിപ്പോയി, ചായ റെഡി. ഒറ്റയിടല്ലേ പെണ്ണെ? 10-17 വയസ്സായിട്ടും പെണ്ണിന്റെ കുട്ടികളി മാറുന്നില്ല. പതുക്കെ നടക്കടി. എത്ര പറഞ്ഞിട്ടെന്താ? പെൺകുട്ടികൾ നടക്കുമ്പോ കാലിനടിയിൽ കോഴിമുട്ട പെട്ടാൽ പൊട്ടരുതെന്നാണ് മുത്തശ്ശി പറയാറ്. അതിനിത്തിരി സർക്കസും കൂടി പഠിക്കണം അല്ലേ അമ്മായി? അനിയ വന്ന് ചായ കുടിക്ക. എവിടെ എല്ലാവരും? എല്ലാവരും ഇവിടെ തന്നെയുണ്ടല്ലോ. എല്ലാവരും മേൽക്കഴുകാൻ പോയിരിക്കണം. അത് വിചാരിച്ച് മനസ്സിൽ തീ വേണ്ട. നിനക്ക് വേണ്ടി ഒരു സമ്മാനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വിരൽ വണ്ണത്തിലുള്ള ഒരു ചൂരൽ. എന്താ ആങ്ങളും പെങ്ങളും തമ്മിൽ ഒരു സ്വകാര്യം? ഞാൻ അമ്മായിക്ക് ഒരു സ്വകാര്യം പറഞ്ഞു തരാം. അമ്മായി കണ്ടു, ബാലേട്ടനും കേശുവേട്ടനും മീശ വെച്ചിരിക്കണു. ആണുങ്ങളായ അങ്ങനെയൊക്കെ ഉണ്ടാവും. പെണ്ണിന് പ്രതരിപ്പത്തിരി ഏറെയാണ്. അവളുടെ ആങ്ങളാർ വന്ന ദിവസമല്ലേ, കുറച്ച് സന്തോഷമൊക്കെ ഉണ്ടാവും. അതല്ല, മോളുടെ ഉടുപ്പ് വേറെ. നല്ല ഭംഗിയുള്ള ഉടുപ്പ് ഇല്ലേ? മോള് ഇത് അടച്ചു വെക്കേ. നമുക്കിന്ന് രാത്രി നല്ല കഥ പറയണം. ഇത് വേറൊരാൾക്കാ. മിനിക്കുട്ടി, ഇതൊക്കെ ഒന്ന് അടുക്കി വെക്കേ. ബാലട്ടെ ഇപ്പൊ കുളിച്ചിട്ട് വന്നേക്കാം. ഇരിക്കേ ഇരിക്കേ. കുളം കുഴിച്ചുണ്ടാക്കി മേൽക്കഴുകി വന്നതായിരിക്കും. ആർക്കാ അത്ര തിരക്ക്? ഏയ്, തിരക്കില്ല. നാട്ടുമര്യാദ അനുസരിച്ച് വന്നപ്പോൾ മുതൽ അന്വേഷിച്ചു തുടങ്ങിയതാണ്. വിശേഷമൊക്കെ ഒന്ന് അറിയാൻ മാത്രം. വിശേഷമൊക്കെ വലിയ പട്ടണത്തിൽ താമസിച്ചു വരുന്നവർക്കല്ലേ പറയാനുണ്ടാവുക. കടവത്തുനിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതായിരിക്കും കുളത്തിൽ തന്നെ ഇരുന്ന് കളയാമെന്ന് കരുതിയത്. അല്ലല്ല, പടിപ്പരയുടെ അടുത്തെത്തിയിട്ടേ ഞാൻ വെള്ളത്തിലിറങ്ങിയല്ലോ. നോക്കിയിരുന്നു, നേരം പോയി. ആരെ? ആവോ.
ബാലേട്ടൻ ഭാഗ്യ ചേച്ചിക്ക് സ്ഥാനം കൊണ്ടുവന്നു കാണണോ? വാങ്ങിച്ചോ വാങ്ങിച്ചോ. അമ്മ എത്ര പറഞ്ഞാലും ഇവളെന്നെ ഇളയമ്മയെന്ന് വിളിക്കില്ല. മോള് വിളിക്കരുത് കേട്ടോ. ഇളയമ്മ എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ കാണുന്ന രൂപം ഇതല്ല. മോള് ഭാഗ്യചേച്ചി എന്ന് വിളിച്ചാ മതി. പിന്നെ കേശവമാവൻ മോളെ അന്വേഷിച്ച് ഇതിലേക്ക് നടക്കുന്നത് കണ്ടു. ചെല്ലേ. എന്തെങ്കിലും തരാനാ? ആയിരിക്കും, വേഗം ചെന്ന് നോക്ക്. പിന്നെ ഭാഗ്യ, പഞ്ചായത്ത് കണ്ടുകൊണ്ടുവന്നാൽ ചീത്ത എനിക്കാണ്. ഒരുപാട് ജോലിയുണ്ട് ബാക്കി. നിനക്ക് എപ്പോഴും ധൃതിയാണ്. കുറെ കാലങ്ങൾക്ക് ശേഷം വീട്ടിൽ വന്ന ഒരാളോട് വിശേഷം ചോദിക്കാൻ പോലും നിനക്ക് നേരമില്ല. ഞാൻ വിശേഷം കണ്ടല്ലോ. മീശ വെച്ചു, ബീഡി വെടി തുടങ്ങി. സിഗരറ്റ് എന്ന സുന്ദര വസ്തുവിനെ ബീഡി എന്ന് പറയുന്നത് മര്യാദകേടാണ്. നീ ചോദിച്ചില്ലെങ്കിലും വിശേഷങ്ങൾ ഞാൻ പറയാം. വലിയ പട്ടണം, വലിയ കോളേജ്, വലിയ സിനിമാ തിയേറ്ററുകള്, ഒരുപാട് കുട്ടികളും. പെൺകുട്ടികളുണ്ടോ? ഈശ്വര, അവരെ തട്ടിത്തിടഞ്ഞ് നടക്കാൻ വയ്യ. ഓ, അങ്ങനെ വരട്ടെ. അതാ ഈ ബീഡി വലിയും ടൈലുകാട്ടിലും ഒക്കെ. സിഗരറ്റ് സിഗരറ്റ് അവരുടെ ഗോഷ്ഠികൾ കാണണം. എന്താ വരും നിന്റെ നാട്യം. നമ്മുടെ നാട്ടിൻ പുറത്തെ പെൺകുട്ടികളുടെ കൊച്ചമണിയോട് ഒരു സത്യം പറയട്ടെ. ഇടയ്ക്ക് ഒരു സത്യമൊക്കെ പറയാം. നഗരത്തിൽ ഞാൻ കണ്ട എല്ലാ പെൺകുട്ടികളെക്കാളും സുന്ദരിയാണ് കൊച്ചമണി. സൗന്ദര്യത്തിന്റെ കണക്കെടുക്കാനായിരിക്കും വലിയ മാമ മകനെ കോളേജിലേക്ക് അയച്ചത് അല്ലേ? പെണ്ണ് മോശമല്ല. പാടൂ, കുറച്ച് പാട്. നമസ്കാരം. കുട്ടിയെ പാട്ട് പഠിപ്പിക്ക. മനസ്സിലായി. കാർന്നോരുടെ മക്കളായിരിക്കും. ഇതാണ് മകൻ, ഞങ്ങൾ മരുമക്കൾ. സന്തോഷം, വളരെ സന്തോഷം. വാസനയുണ്ടോ? ഇല്ലല്ലോ. സോപ്പിനല്ല, സംഗീതത്തിന് വാസനയുണ്ടോന്ന്. പാട്ടുമാഷോട് ഒരു രഹസ്യം പറയാനുണ്ട്. ഞാനിവിടുന്ന് പോകുന്നത് വരെ രാത്രിയോ പകലോ ഏതെങ്കിലും സമയത്ത് ഞാൻ ഏറ്റെന്ന് നമുക്കരക്കൈ നോക്കിക്കളയാം. ശാരീരം പോസ്റ്റ്. ഈ കൂക്കുംവിളി ഇവിടെ കേട്ടുപോയാൽ തന്റെ ശാരീരത്തിനും ശരീരത്തിനും പരിക്ക് പറ്റും. ഏറ്റോളാം. ബാലേട്ടാ, ഞാനും വരട്ടെ. വാ, ഇവിടെ നിന്ന് രക്ഷപ്പെടാം.